ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ആപ്പിൾ പുഡിംഗ് ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നൊരു വെയിറ്റ് ചെയ്യുക. ബട്ടർ മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് 3 ആപ്പിൾ ഏകദേശം 300-400 ഗ്രാം വരും. 3 ആപ്പിൾ കട്ട് ചെയ്ത് അതിന് പീൽ ചെയ്ത് ഇതേപോലെ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. 2-3 മിനിറ്റ് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 50 ഗ്രാം ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ ഒഴിവാക്കുക, കാരണം ബ്രൗൺ ഷുഗർ ആകുമ്പോൾ കുറച്ചൊരു കാരമൽ ഫ്ലേവർ വരും. 50 ഗ്രാം ബ്രൗൺ ഷുഗർ 1/4 കപ്പോളം വരും. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക, കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഒരു നുള്ള് നട്ട്മഗ് ജാതിക്ക പൊടിച്ചത്, ഒരു നുള്ള് ഓപ്ഷനിലാണ്. 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. സിനമൺ പൗഡറാണ് ഇതിന് ആ ഒരു ആപ്പിൾ പൈയുടെ ഫ്ലേവർ കൊണ്ടുവരുന്നത്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. 1/8 ടീസ്പൂൺ ഏകദേശം ഒരു നുള്ളോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം 5-10 മിനിറ്റ് മിക്സ് ചെയ്ത് ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ, ഏകദേശം ആപ്പിൾ ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 8-10 മിനിറ്റ് ശേഷം ആപ്പിളെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ചേർത്ത് ലിക്വിഡെല്ലാം നല്ല ഗ്ലോസി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് 1/4 കപ്പ് എടുത്ത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ മിൽക്കാണ് എടുക്കുന്നത്. അതിൽ നിന്ന് 100 ml മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഇതിലെ കട്ടയെല്ലാം ഉടച്ചെടുക്കുക. പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ബാക്കിയുള്ള 400 ml മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ, സാധാ വൈറ്റ് ഷുഗർ, ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചൂടായിട്ട് വരുന്നവരെ പാലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാലൊന്ന് ചെറുതായി ചൂടായി വന്ന് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി പതിയെ ഇളക്കി കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി കത്തിപ്പോവും. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നന്നായിട്ട് ഇളക്കി ഇതേപോലെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഭാഗം അവസാനം ഗാർണിഷ് ചെയ്യണമെങ്കിൽ മാറ്റി വയ്ക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1-2 കുറച്ച് ആപ്പിളുകൾ പതിയെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ബാക്കിയുള്ള അങ്ങനെ തന്നെ വിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് തണുത്ത ശേഷം ഒരു ട്രൈയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിൻ്റെ മേളിൽ ആപ്പിൾ ബേക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.